ആദ്യത്തെ വർഷത്തല്ലേ പഠിച്ചേ തൊലി ഇളക്കൽ? എല്ലാം ഒരുപോലൊക്കെ തന്നെ. മീൻ ജാതി, അത് മത്സ്യജാതി, ഇത് മൃഗജാതി. ഫ്രിഡ്ജ് വെക്കുന്നതിന് നനയ്ക്കാതെ വെച്ചാൽ ഇത് കലങ്ങാതിരിക്കണമെങ്കിൽ ബംഗാളിൽ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം? ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് ഇതാക്കണം. ഇതിൻ്റെ പുറവശം ഒന്ന് ഇതാക്കണം, മൂപ്പിക്കണം. മൂപ്പിക്കണം. മൂപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് വണ്ണം കളഞ്ഞ് കപ്പിലെടുത്ത് കട്ടിങ് മാത്രമുള്ള ഞാൻ ചെയ്യാം. കട്ടിങ് മാത്രമുള്ള ഞാൻ ചെയ്യാം. ഓ മറ്റേതുണ്ടല്ലോ ചുമ്മാ കട്ട് ചെയ്താൽ മതി, ഞാൻ ചെയ്തോളാം. ഇതോ? ആ മറ്റേത് തൊലി മാത്രം ഇളക്കി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാം. മുമ്പോട്ട് റെഡി. കമ്പൗണ്ടർ എല്ലാം വെട്ടിമുറിച്ച് വെക്കുന്നു, വന്നിട്ടൊന്നും ഇതാക്കുന്നതാണ് എടുക്കുന്നൊക്കെ കണ്ടുപിടിക്കുക. ഫോർ ഫ്യൂച്ചർ യൂസ്. അതെ. ഇനി ഇവനെ എന്താ ചെയ്യണം? ഇവനെ നിർത്തില്ലേ? ഇവനെ ഇനിയിപ്പോൾ എല്ലും കൊണ്ടും എല്ലാം കൂടെ ഇച്ചിരി കൂടുതലുണ്ടാകും. നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് ഇവൻ്റെ അടിയിൽ കൂടെ വരണം. മുള്ളു മാത്രം എടുക്കാണ്. മുള്ളു മാത്രം എടുക്കുന്നോ? മറ്റേതാകുമ്പോൾ അവർക്ക് എടുക്കാം. ഇച്ചിരി മാംസം കൂടെ കിട്ടട്ടെ, അല്ലേ പിന്നെ ഇതോ ഇത് മീനാ ഉള്ളത്. ഒരു 3 കിലോ പ്രതീക്ഷ തരുന്നത്. അതെന്ത് ചെയ്യും? ആ ഈ എല്ല് വീണ്ടും വെട്ടിപ്പിടിക്കുമോ? അതോ ഈ സാധാരണ ഈ പെണ്ണുങ്ങളുടെ വീതമാണ് ഇത്. എല്ലാം ഒക്കെ ആണം വെച്ചിട്ട് അതിൻ്റെ ചാറുമൊക്കെ കൂട്ടി ഞങ്ങൾ മീൻ മേടിക്കുന്നതിനൊന്ന് ആണം തിന്ന് എന്നിട്ട് ചീനിയ കപ്പയെല്ലാം ഉണ്ട്. ഈ തൊലി കളയാതെ ഉപയോഗിക്കുന്ന സമയത്തെ തൊലി എടുത്താൽ മതി. അപ്പോഴെന്ന് പറഞ്ഞാൽ പാലോ? ആ പോയി എന്തേ കാണാൻ്റെ ഒരിടം കാണാനാവില്ല. അവൻ്റെ ആയോണ്ട് ചിലവാക്കി, അവൻ്റെ ആയോണ്ട് ചിലവാക്കി, എല്ലാവർക്കും കൂടെ അന്ന് ചിലവാക്കി പറഞ്ഞിരുന്നോളെ. ബാക്കിയുള്ളവർക്കെല്ലാം 10 സെൻറ്റിന് കൊടുത്തോളൂ. ബാക്കിയെല്ലാം
ഇത് മേളിൽ നിന്ന് പിടിച്ചങ്ങ് വലിച്ചൂരി എടുക്കത്തേ ഉള്ളൂ. ചൂടെ ഫ്രഷാണെങ്കിൽ. ഇത് തുല്യ സൈസ് കട്ട് ചെയ്താൽ ഹോട്ടലിലൊക്കെ ഒരേ സെൻറ്റിമീറ്റർ കണക്ക് മുറിക്കും. അവരടിയിൽ എന്തോ മീറ്റർ വെച്ചിരിക്കുന്നത് ഒരു ഊഹം വെച്ചു. നീ നോക്കി സെൻറ്റിമീറ്റർ എടുത്തോണ്ടോ എല്ലാം ഒരേ വീതിയായിരിക്കും. ഇനി ത്രാസ് എടുത്തോണ്ടോ എല്ലാം ഒരു പീസ് നല്ല ഒരേ വെയിറ്റ് ആയിരിക്കും. ആ അല്ല ഒരേ വെയിറ്റ് ഒരേ പീസ് ഒരേ നീളം ഒരേ വെയിറ്റും കിട്ടത്തില്ലല്ലോ. അങ്ങോട്ട് പോകുന്നതോറും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. നീളം കൂടുന്നതനുസരിച്ച് ഞങ്ങൾ വീതി വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യും. അത് മനസ്സിലായി. ആർക്കും കൂടുതലില്ല കുറവില്ല. കലപരമായു നീ നീ അതൊന്ന് വിളിക്കടാ. പിന്നെ അതേ കിടക്കുന്ന വിളിക്കാമെന്നല്ല. വൈകുന്നേരം ഇപ്പോൾ വന്നില്ലേ പിന്നെ ഇവിടെ കണ്ടാനാണ്ടിരിക്കുന്നു. ഫാനൊന്ന് ഓണായിരുന്നാൽ വല്ലപ്പോഴും വരുമ്പോൾ ഒന്ന് ഓണാക്കിയാ ഇതൊന്ന് കഴിയട്ടെ ഞാൻ കണ്ടോട്ടെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഒരു പീസ് ആക്കാം. പക്ഷേ അതിനോട് വീതി കുറച്ചങ്ങ് എടുക്കുമ്പോൾ ഇതൊക്കെ ആണത്തിൻ്റെ കുഴപ്പം. ചെറിയ അത് കട്ട് ചെയ്ത് മുളകൂടാ. ഇതിപ്പോൾ വെട്ടിയുണ്ടായോ? ഈ പീസ് നിങ്ങൾ വെട്ടിക്കോളൂ. ഏതാ? അല്ലല്ല ഇത് ആരാ മുറിക്കുന്നത്? അങ്ങനെ പുറത്ത് ഒരു കുഴി വരും. അവിടെ ഉണ്ടോ? ഇതിൻ്റെ നടുക്ക് ഈ മീനെ പിടിക്കുന്ന വിടമുണ്ട്. നമ്മൾ കത്തിയൊന്നും വെക്കേണ്ട, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് അവിടെ അങ്ങോട്ട് പിടിക്കുമ്പോൾ തൊലിയോട് ചേർന്ന് തൊലിയെ പ്രസ് ചെയ്താൽ മതി. തള്ളി കൊടുക്കുമ്പോൾ തൊലിയുടെ കൊല്ലം അലസച്ചാറ് വീണ്ടും തൊട്ടിപ്പുറത്ത് അവിടെ ഈ 12 മണി വരെ ഉണ്ട്. ബീച്ച് റോഡിൻ്റെ അവിടെ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10:30 11 മണിയായി. ഇത്തിരി കട്ടിയുള്ളത് ചെറുതാക്കണം. വെള്ളം പെട്ടാതെ തന്നെ വെച്ചാൽ ഇരിക്കും. ഇച്ചിരി ഉപ്പിട്ട് വെച്ചാൽ ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് മാറത്തില്ല. പിന്നെ കഴിയുമ്പോൾ അത് നോക്കോളും. അങ്ങനെയും വെക്കാം, കഴുകിയിട്ട് വെക്കാം. ഈ വാല കെട്ടിയത് മുള്ളും കില്ലും എല്ലാം കൂടെ എടുത്ത് ആണത്തിൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞാൽ ഈ മുള്ളും കില്ലും എല്ലാം കൂടെ ഇട്ട് വേവിക്കത്തില്ലേ? ഓ ആണം വെക്കുക എന്ന് പറയുന്നത്. ആണോ? സൂപ്പൊന്നും വരണമെങ്കിൽ പറയും. അതെ, അതന്നെ കറി വെക്കുന്നത്. ആണം വെക്കുന്നു. ഓ കല്യാണത്തിനാ? അത് വീട്ടുകാർക്ക് കൊടുക്കുമായിരിക്കും ആനന്ദം. ബാക്കിയല്ല നല്ല പീസെല്ലാം വരുന്നവർക്ക്. അതെ അതെ, അത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും അങ്ങനെ ഈ ഈ എല്ലാം കൂടെ കൊടുക്കത്തില്ല. ഓ താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചാൽ മതി. അതായത് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോൾ ഒരു ജ്യൂസ് കൊണ്ട് തരത്തില്ല. അത് ബാക്കി അതിൻ്റെ ചോരയും
ഇതും അതിൻ്റെ എല്ലും കില്ലും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ആണം വെച്ചിട്ട് അതിൻ്റെ ചാറെടുത്തിട്ടാണ് തരുന്നത്. ഗ്രേവി ഒഴിക്കാൻ തരുമല്ലോ ഗ്രേവി ഗ്രേവി. മറന്നുപോയി. പണ്ടാ ഇപ്പോഴും ഇപ്പൊ ആരാ ഇവര് കാറ്ററിംഗുകാർ കിട്ടുമെങ്കിലേ ഉള്ളൂ. കല്യാണ സദ്യക്ക് ഇതെല്ലാം ഉണ്ടാ. പണ്ട് താനുകളൊക്കെ അരി കിട്ടുള്ളൂ, കുത്തുങ്ങളൊക്കെ ഓരോ കിട്ടുള്ളൂ. അതൊക്കെ ചോദിന് രുചി കാണും. ഇപ്പൊ വെക്കുന്ന എല്ലാം നല്ല ഹോട്ടൽ മാനേജ്മെന്റും കുക്കിംഗ് ഒക്കെ പോയി പഠിച്ചു. അത് അമ്മമാർ പഠിപ്പിക്കാത്തതാണ് സ്കൂളിൽ പോയി പഠിപ്പിക്കുക. അത് ഇത് തന്നെ പഠിപ്പിക്കുന്നത്. അമ്മമാര് കല്യാണത്തിനൊക്കെ ആണം വെക്കുന്നത്. പിന്നെ നമുക്ക് ഇറച്ചി കുറവാണെങ്കിൽ കാണാനായിട്ട് നോക്കും. ഇറച്ചി കുറവാണെങ്കിൽ ആളും പേരുണ്ടെങ്കിൽ നമ്മൾ കാണാൻ വെക്കും. കാവം തുറന്നിടാമോ? വെട്ടം വേണം. ഇവിടെ ലൈറ്റ് ഇല്ല. വെട്ടം കിട്ടി കിട്ടും. ആ ഇതിട്ടാലും മതിയല്ലേ? അതും കൂടെ ആണെങ്കിൽ കിട്ടും. വെട്ടം കിട്ടും. അത്രയൊന്നും മാറും. ഒരൊറ്റമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്ന വെട്ടുന്നവർക്ക് ആണുങ്ങൾക്ക് ഇത് കിട്ടുന്നുള്ളൂ. അതിന് അവരിച്ചിരി മാംസമൊക്കെ ഇതിനകത്ത് വെട്ടുന്നവർക്കാ. ബാക്കിയൊക്കെ കല്യാണത്തിനും ഉറപ്പീരിനൊക്കെ വരുന്നവർക്കല്ലേ കൊടുക്കും. നമ്മളൊക്കെ ന്യായം പറയുന്നെങ്കിൽ അങ്ങനൊന്നും അല്ലടാ അതിൻ്റെ സംഭവങ്ങൾ. അതിനെ കണ്ണു കുടിക്കാനും പഠിക്കാനും ഒക്കെ ഇതൊക്കെ എല്ലാം പഠിക്കുന്നത്. അതങ്ങനെ സംഭവം. ഇപ്പോഴും അത് തന്നെ. ഇപ്പൊ മണ്ടത്തിന്റെ അട്ടിയാ കരള് അല്ല വെള്ളമടി കൂടുതലായിരിക്കും, പക്ഷെ ടച്ചിങ്സ് ഒക്കെ വേറെ. അതല്ല കരള് കൂമ്പ് അതൊക്കെ തന്നെ. കരലെടുത്തോണ്ട് വറക്കൂടാ. കാളെ വെട്ടിയാൽ ഇഷ്ടം പോലെ വറക്കും. അറപ്പ് ഈ ഓരോ പാർട്ടിക്കാരൻ 3-4 പേര് കൂടി ഒരു കാളയെ വാങ്ങിച്ച് അറക്കും. അറുത്ത് അതിന്റെ കരൾ ആരെങ്കിലും പ്രത്യേകം എടുക്കും. എടുത്ത് അതുകൊണ്ടൊന്ന് വറക്കും. അവിടെ ഇറച്ചി അരിയുന്ന സമയത്തിന് മുമ്പേ ഇത് വറുത്ത് കഴിഞ്ഞിരിക്കും. അവിടെ ഇറച്ചി ചില പീസ് പീസ് ആക്കുന്നുണ്ടാവും. അതിന് മുമ്പേ ഇവിടെ ചട്ടി കയറിയിരിക്കുന്നത്. അത് വെച്ചിട്ട് വെള്ളം അടിക്കും. അത് വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് പിന്നെ ഇറച്ചി വെട്ടാൻ നേരം വെളുക്കുന്നവരെ പണിയല്ലേ. എടുത്തു വെക്കാൻ കറി വെക്കാനൊന്നുമല്ല. പകുതി അത് മുറിച്ചിട്ട് വെക്കല്ലോ. പകുതി മുറിച്ചെല്ലാം കഴിഞ്ഞു. പകുതി എടുക്കുക, പകുതി ഫ്രിഡ്ജ് വെക്കുക, പകുതി എടുത്തിട്ട് അതിൻ്റെ പകുതി വറക്കുക, അതിൻ്റെ പകുതി കറി വെക്കുക. എല്ലിൻ്റെ സ്വാഗതമാണോ അല്ലേ? അങ്ങനെയൊന്ന് പിടിക്കുന്നില്ല, പൊടിഞ്ഞു മഞ്ഞപ്പൊടിയും വെച്ചാൽ ഈ ഐക്കോറ എന്ന് പറയപ്പെടുന്ന മീന് രുചി വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളൊന്നും നിൽക്കാറില്ല. ഞങ്ങളൊക്കെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വേണം പീസ് ചെറുതാക്കാൻ. ആകർഷം ചെയ്ത് വെട്ടി മുറിക്കൊന്നും വേണ്ട. മുറിച്ചാൽ എല്ലാം മുറിയായി ഓരോ ജോയിൻറ്റിൽ വന്നു. ഇതിനകത്തിരിക്കുന്ന ഈ മാംസത്തിൻ്റെ പ്രത്യേക ഏറ്റക്കുറച്ചുകൾ കൊണ്ടാണ് നടുവേദന കിടുവേദനയൊക്കെ മനുഷ്യനുണ്ടാകുന്നത്. ഉണ്ടോ? പിന്നെ ജോയിൻ്റെ തേയ്മാനം. ഇതിൻ്റെ ഈ നമ്മൾ നടുവിന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ജോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് സൂചി എന്നെങ്കിൽ ഈ നട്ടല് ഇൻജക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അതിൽ കുത്തി ഇവിടെ കുത്തും, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇതിന് നടത്തി എല്ലാമ്പോഴത്തേക്ക് 10-14 കുത്തു കുത്തും. സംഭവം അങ്ങനല്ല. അത് മമ്മിക്ക് എന്താ ചെയ്തേ? അതെന്ന് വെച്ചാൽ 4 അത് കുത്തുന്നതിന് മുമ്പ് ഈ സൂചി കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും നാട്ടിലോട്ട്. ആ വേദന അറിയാതിരിക്കാൻ അവർ ആദ്യമേ ലോക്കൽ അനസ്തേഷ്യ കുത്തും. ആ 4 ചുറ്റും കുത്തും. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ കുനിച്ചിരുത്തി അവർക്ക് കറക്റ്റ് കണക്കറിയാം. ആ കണക്കിൽ അവർ കുത്തി കയറ്റുന്നത്. അതാ ഈ സെന്റർ ചെല്ലണം. സെന്റർ ചെല്ലും. സെന്റർ ചെല്ലുന്നത് അറിയാമേത്ത കുത്തിയ മേളിലും താഴെയൊക്കെ കുത്തും. അത് പേയൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റും. ഞങ്ങളവിടെയൊക്കെ എല്ലാം കറക്റ്റായിട്ട് സ്ഥിരം കുത്തുന്നവരൊക്കെ കറക്റ്റായിട്ട് കുത്തും. അത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് എടുക്കാൻ മമ്മിക്ക് എടുത്തത് ടെസ്റ്റ് എടുക്കാനായിരുന്നു. ഒരു പാത്രം അത്രയൊന്നും വേണ്ടമേ, അത്രയും പാത്രം കൂടെ മാറ്റേ അമ്മച്ചി മാറ്റി വെക്കാൻ പറ്റും. അതാ പറയാ അതുപോലെ പാത്രം എടുക്കുക. ഓരോ കളിക്കുള്ളത് എടുത്ത് വെച്ചാ മേളിൽ ഇരുന്നോളും. ഇന്നത്തേക്ക് മതി, കറിക്ക് ഇത് മതി. അതിന് കുറെ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഇതായി. അമ്മച്ചി മേശപ്പുറത്ത് കൊണ്ടുവെക്കുന്നത് ഞങ്ങൾ തീർക്കും. അതെ മച്ചി അത് അനുസരിച്ച് മേശപ്പുറത്ത് കൊണ്ടുവെക്കാം. അതനുസരിച്ച് കൊണ്ടുവെക്കാം. എന്റെ ശ്രീമതിക്ക് ഇത് ഇഷ്ടമല്ല. എല്ലോ അല്ലല്ല ഈ മീൻ ഇഷ്ടമല്ല. ഞാൻ ഒരെണ്ണം മേടിച്ച അമ്മയുടെ ഫേവറേറ്റ് ആയിട്ട് തന്നെ ഈ എല്ല് വെച്ചിട്ടുള്ള കറിയാണ്. ഉള്ള തലയെന്നൊക്കെ പറഞ്ഞ ചൂര അതൊക്കെ കഴിക്കും. പക്ഷെ ഈ എല്ലിന്റെ ഇതെല്ലാം കൂടെ ഈ തലയെല്ലാം കൂടെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാ? അമ്മയ്ക്ക് വെക്കാൻ ഇഷ്ടാ. തിന്നത് ഞാൻ തിന്നു. ഇതല്ല മമ്മി അല്ലാതെ മറ്റേത് കഴിക്കാറുണ്ടല്ലോ. ഇതൊക്കെ കണ്ടു വരുമ്പോൾ പെണ്ണുങ്ങളെ തിന്നാൻ നോക്കാതിരാ. ചുമ്മാ കാണാതെ കാണുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ കിട്ടി തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? ഇത് നോക്കട്ടെ. അത് ഫുള്ളാക്കമ്മ അങ്ങോട്ട് ഫുള്ളാക്കാൻ കറിക്ക് ഇത് മതി. ഞാൻ പിന്നെ തിരിച്ചു വരുമ്പം ആയിക്കോളും. കറിക്ക് അത് ഫുള്ളാക്കുമ്പോഴേക്ക് ഇത് കറി അത് വറുത്തു. ഇത് മതി കറിക്ക്. മതി. ഈ ഇരിക്കുന്ന സാധനം മതി കറിക്ക്. പിന്നെ ചാറും മുഴുവൻ എല്ലാം കൂടെ തിന്നുമ്പോഴത്തേക്ക് കഴിയും. അത് ഫുൾ അങ്ങോട്ട് പറക്കി വെച്ച് പിന്നെ ഞാൻ വന്നിട്ട് അത് മൊത്തം അങ്ങ് ഫ്രൈ ചെയ്യാം. ഇത് തന്നെ 1.5 കിലോ ആയി. ഈ വാലിനകത്ത് വല്ലതും പോയിട്ടുണ്ടോ നോക്കാം. കഴി വൃത്തിയാക്കാനേ ഇനി പോയി. അത് മേളിൽ ഐസ് വേണ്ട. അതിന് ഇതായിക്കോളും. അതേ അത് തണുത്തോളും. അത് അതിനകത്ത് ഐസ് കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് കാലാകാലം ഇരുന്നോളും. ഒരു പാത്രം കൂടി എടുക്കാം. ഒരു പാത്രം കൂടെ ഒരു പാത്രം കൊണ്ട് ഇത് കാര്യം വെക്കാൻ കഴി വേണ്ട. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റും. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ് പൊടിക്കെടുക്കാതെ അവനെ ഒന്ന് സൈസാക്കി അങ്ങോട്ട് വെക്കാം. ഏമിടപ്പാ നെയ്യുള്ള സാധനം